ഇനി വേദിയിലേക്ക് വരുവാൻ പോകുന്ന ആ പ്രിയപ്പെട്ട ഗായികയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഔപചാരികതയുടെ പേരിൽ വേദിയിലേക്ക് ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. മലയാളത്തിന്റെ ജനപ്രിയ ചാനൽ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരിയായി മാറി. പിന്നീട് ഒരുപാട് ഗാനങ്ങൾ മലയാള സിനിമയിലും സോഷ്യൽ മീഡിയയിലും, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കുറച്ച് നല്ല വെറൈറ്റി ഗാനങ്ങൾ ആലപിച്ച് തരംഗം സൃഷ്ടിച്ച നമ്മുടെ ആ പ്രിയപ്പെട്ട ഗായികയെ നല്ല കൈയ്യടിയോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ദുർഗ വിശ്വനാഥ്. സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും നമസ്കാരം. കണ്ടോ, എന്നോട് സ്നേഹമുള്ള കുറച്ചു പേര് ഈ ഒരു സൈഡിൽ മാത്രം കഴിച്ചു. നമസ്കാരം. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ പരിശുദ്ധവും പരിപാവനുമായ ദേവാലയത്തിന്റെ തിരുനാളനുബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു പ്രോഗ്രാമിനെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറേ പേര് എന്താ പറയുക, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ആളുകൾ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വരുന്നതിന് ഒത്തിരി വെൽക്കം ചെയ്തിട്ടുണ്ട്, സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കാട്ടോ, മറ്റൊന്നുമല്ല, ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾ ഇന്ന് ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ട്, ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസോടെ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാ കലാകാരന്മാർക്കും ഏതൊരു സ്റ്റേജിലും പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു എനർജി, ഒരു ശക്തി എന്ന് പറയുന്നത് ഓഡിയൻസ് തരുന്ന ഒരു സപ്പോർട്ടാണ്. പട്ടക്കമ്പോട്ടറബിൾ ഒരു കൈയടി തരാമോ എനിക്ക്? താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഈ നിറഞ്ഞ സ്നേഹവും പ്രോത്സാഹനവും ഈ ഒരു വേദിയിൽ മാത്രമല്ല ഞങ്ങളുടെയൊക്കെ കലാജീവിതത്തിൽ തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാതാവിൻ്റെ നല്ലൊരു ഭക്തിഗാനം ഒരു 4 വരിയോടുകൂടി തുടങ്ങാൻ കാരണം കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു മനോഹരമായൊരു ഭക്തിഗാനം ഒരു 4 വരി പാടുകയാണ്. കൂടെ പാടും എല്ലാവരും, ഒരുമിച്ച് ഏറ്റുപാടാം. മുറിവേറ്റവരെ ആരാധിക്കുന്നു, കൈകാലുകളിൽ